ഡയറക്ഷൻ ഇ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് SCRT 10ാം ക്ലാസ്സിലെ ബയോളജി പാഠഭാഗമായ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ ഭാഗം 2. രോഗാണു പ്രവേശനം തടയാനും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ പ്രതിരോധശേഷി അഥവാ ബോഡി ഡിഫൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ വ്യത്യസ്തമായിട്ടുള്ള രോഗപ്രതിരോധ തന്ത്രങ്ങൾ അഥവാ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഓഫ് ഡിഫൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ വരുന്നതാണ് വീങ്ങൽ പ്രതികരണം അഥവാ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, പിന്നെ ഫാഗോസൈറ്റോസിസ്, രക്തം കട്ട പിടിക്കൽ, മുറിവുണങ്ങൽ, പനി, ഇത്രയാണ് വരുന്നത്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ അന്യവസ്തുക്കളോ അല്ലെങ്കിൽ രോഗാണുക്കളൊക്കെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അതിനെ പ്രതിരോധിക്കും. അങ്ങനെ പ്രതിരോധിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ്? ഒന്ന് വീങ്ങൽ പ്രതികരണം, രണ്ടാമത്തത് ഫാഗോസൈറ്റോസിസ്, മൂന്നാമത്തത് രക്തം കട്ട പിടിക്കൽ, നാലാമത്തത് മുറിവുണങ്ങൽ, അഞ്ചാമത്തത് പനി. അപ്പൊ ഇതിൽ ആദ്യത്തേതാണ് ഇത് വീങ്ങൽ പ്രതികരണം. വീങ്ങൽ പ്രതികരണം അഥവാ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. അപ്പൊ ഇവിടെ നോക്കൂ, മുറിവിലൂടെ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ അതിലൂടെ രോഗാണുക്കൾ പ്രവേശിക്കും. അപ്പൊ ഒന്നാമത്തെ ഘട്ടമാണ് എന്ത്? മുറിവുണ്ടാവുന്നു, അതിലൂടെ രോഗാണുക്കൾ പ്രവേശിക്കുന്നു. അങ്ങനെ രോഗാണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? രാസവസ്തുക്കൾ രൂപപ്പെടുന്നു. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? രാസവസ്തുക്കൾ രൂപപ്പെടുന്നു. അത് കഴിഞ്ഞാൽ രക്തലോമിക ബ്ലഡ് കാപ്പിലറീസ് വികസിക്കുന്നു. ഓക്കെ, അപ്പൊ മുറിവുണ്ടായി കഴിഞ്ഞാൽ അതിലൂടെ രോഗാണുക്കൾ എത്തുന്നു, രാസവസ്തുക്കളൊക്കെ രൂപപ്പെടുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? രക്തലോമിക വികസിക്കുകയാണ് ചെയ്യുന്നത്. ബ്ലഡ് കാപ്പിലറീസ് വികസിക്കുകയാണ് ചെയ്തത്. എന്തിനാണ് അങ്ങനെ രക്തലോമിക വികസിക്കുന്നത്? അങ്ങനെ വികസിച്ചാൽ മാത്രമേ കൂടുതൽ ബ്ലഡ് ആ മുറിവുള്ള ഭാഗത്തേക്ക് എത്തുള്ളൂ. ശ്വേതരക്താണുക്കള് ലോമിക ഭിത്തിയിലൂടെ മുറിവേറ്റ ഭാഗത്തേക്ക് എത്തുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? ന്യൂട്രോഫിലും മോണോസൈറ്റും ആ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ഒരു മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യം എത്തുന്ന WBC ഏതാണെന്ന് ചോദിച്ചാൽ അത് ന്യൂട്രോഫിൽസ് ആണ്. ഓക്കെ, ആദ്യം വരുന്നത് ന്യൂട്രോഫിൽസ് ആയിരിക്കും. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ശ്വേതരക്താണുക്കളും ന്യൂട്രോഫിലും മോണോസൈറ്റും വന്നിട്ട് ആ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രോസസ്സാണ് എന്ത്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു വീക്കം ഉണ്ടാവും. മുറിവ് പറ്റിയ ഭാഗത്ത് എന്തുണ്ടാവും? വീക്കം ഉണ്ടാവും, വീങ്ങും. അതാണ് എന്ത്? വീങ്ങൽ പ്രതികരണം അഥവാ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. മുറിവോ രോഗാണുബാധയോ ഉണ്ടാകുമ്പോൾ കേടുപറ്റിയ കോശങ്ങൾ, അതായത് അവിടെയുള്ള ടിഷ്യൂസ്, മുറിവുണ്ടാകുന്ന സമയത്ത് അവിടെയുള്ള ടിഷ്യൂസ് എന്താവും? ഡാമേജ്ഡ് ആയിപ്പോവും. ഓക്കെ, അപ്പൊ ആ കേടുപറ്റിയ ടിഷ്യൂസ് എന്ത് ചെയ്യും? ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. ആ രാസവസ്തുക്കള് ലോമികകളെ ബ്ലഡ് കാപ്പിലറീസിനെ വികസിപ്പിക്കും. അങ്ങനെ ബ്ലഡ് കാപ്പിലറീസ് വികസിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബ്ലഡ് ഫ്ലോ കൂടും, അല്ലെ? രക്തപ്രവാഹം കൂടുന്നു. അങ്ങനെ ആ രക്തത്തിലെ പ്ലാസ്മയും കൂടുതൽ ശ്വേതരക്താണുക്കളും ആ രക്തക്കുഴലിൽ നിന്ന് മുറിവേറ്റ ഭാഗത്തേക്ക് എത്തുന്നു. അതാണ് മുറിവേറ്റ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷത ഉണ്ടാവുന്ന സമയത്ത് ആ ഭാഗം വീങ്ങുന്നതിന് കാരണം. അപ്പൊ ഈ പ്രതിരോധ പ്രവർത്തനമാണ് എന്ത്? വീങ്ങൽ പ്രതികരണം അഥവാ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ആദ്യത്തെ രോഗപ്രതിരോധ തന്ത്രമാണ്, അല്ലെങ്കിൽ ആദ്യത്തെ രോഗപ്രതിരോധ തന്ത്രമാണ് എന്ത്? ഈ വീങ്ങൽ പ്രതികരണം അഥവാ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് ഇത് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ്. ഇവിടെ നോക്കിയേ, ഫാഗോ മീൻസ് എന്താ? വിഴുങ്ങൽ എന്നാണ് അർത്ഥം. സൈറ്റ് മീൻസ് സൈറ്റ്, ദ വേർഡ് സൈറ്റ് ഈസ് റിലേറ്റഡ് ടു കോശം. അപ്പൊ ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് എന്ത്? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം. ഈ നമ്മളെ ബോഡിയിൽ ഇതുപോലെ മറ്റൊരു പ്രവർത്തനം എൻഡോസൈറ്റോസിസ് ഉണ്ട്, എക്സോസൈറ്റോസിസ് ഉണ്ട്. എൻഡോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെയുള്ള രോഗാണുക്കളെയോ അന്യവസ്തുക്കളെയൊക്കെ വിഴുങ്ങി ഉള്ളിലേക്ക് എൻഗൾഫ് ചെയ്യുന്നതാണ് എന്ത്? എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത്. പുറത്തേക്ക് ആക്കുന്നതാണ് എന്ത്? എക്സോസൈറ്റോസിസ്. അതിൽ എൻഡോസൈറ്റോസിസിൽ വരുന്നതാണ് എന്ത്? ഫാഗോസൈറ്റോസിസും പിനോസൈറ്റോസിസും. ഓക്കെ, പിനോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈക്ക് ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയൊക്കെ നശിപ്പിച്ച് കളയുന്നതാണ്. ഫാഗോസൈറ്റോസിസ് ആണ് എന്ത്? സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ നശിപ്പിക്കുന്നത്, എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കുന്നത്. അപ്പം ഈ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് എന്ത്? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അതില്
ഫാഗോസൈറ്റിക് ആയിട്ടുള്ള കോശങ്ങളാണ് ഏത്? നമ്മൾ പറഞ്ഞു ശ്വേതരക്താണുക്കളായ മോണോസൈറ്റും ന്യൂട്രോഫിലും. ഓക്കെ, ഫാഗോസൈറ്റിക് ആയിട്ടുള്ള WBC ആണ് മോണോസൈറ്റും ന്യൂട്രോഫിലും. രോഗാണുക്കളെ അവ വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഇവ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് നോക്കി നോക്കാം. ഓക്കെ, ഇതാണ് എന്ത്? രോഗാണു. ഓക്കെ, ഇതാണ് രോഗാണു. ഈ രോഗാണുക്കളെ സ്തരസഞ്ചിയിൽ ഇതേപോലെ എൻഗൾഫ് ചെയ്യാണ് ചെയ്യുക. ലൈക്ക് അമീബയെ പോലെ. അമീബ ഈ ഒരു എന്താണ് അത് കഴിക്കുന്ന ഫുഡ് എൻഗൾഫ് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂഡോപോഡിയ അല്ലെങ്കിൽ കപടപാദങ്ങൾ വഴി അതിനെ ആ ഒരു സ്തരസഞ്ചിയിൽ മുഴുവനായിട്ട് ഉള്ളിലേക്ക് ആക്കുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ന്യൂട്രോഫിലും മോണോസൈറ്റും എന്താ ചെയ്യുന്നത്? രോഗാണുക്കളെ ആ സ്തരസഞ്ചിയിൽ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കഴിഞ്ഞാൽ അവിടെ വരുന്നത് ആരാണ്? ലൈസോസോം. ലൈസോസോം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോശത്തിന്റെ അകത്ത് കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനലാണ്, കോശാംഗമാണ് ഇത് ലൈസോസോം. അപ്പൊ അവിടെ ഒരു ചോദ്യം വരാം, ഫാഗോസൈറ്റോസിസുമായി ബന്ധപ്പെട്ട കോശാംഗം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ലൈസോസോം ആണ്. ഈ ലൈസോസോമില് അസിഡിക് ആയിട്ടുള്ള എൻസൈം ഉണ്ട്, ഹൈഡ്രോളിറ്റിക് എൻസൈം ഉണ്ട്. ഓക്കെ, അത് ഈ രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കാൻ, ഈവൺ ഒരു സെല്ലിനെ വരെ നശിപ്പിക്കാൻ ശക്തിയുള്ള എൻസൈം ആണ് എന്ത്? ഈ ലൈസോസോമിലുള്ളത്. ഓക്കെ, അപ്പൊ ഈ ലൈസോസോമിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇങ്ങനത്തെ ചിലപ്പോൾ ആ സെല്ല് തന്നെ വേണ്ട അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള സെല്ലായിരിക്കും. അപ്പൊ ആ അങ്ങനെ അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ആ കോശത്തിൽ ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഈ ലൈസോസോം എന്ത് ചെയ്യും? ഈ എൻസൈംസ് റിലീസ് ചെയ്യും. ഓക്കെ, റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ഒക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുക. ഈ ലൈസോസോമിനെ നമ്മൾ ആത്മഹത്യാ സഞ്ചികൾ എന്നാണ് വിളിക്കുന്നത്, അഥവാ സൂയിസൈഡൽ ബാഗ്സ് അഥവാ ഡിമോളിഷൻ സ്ക്വാഡ്, ആറ്റം ബോംബ് എന്നൊക്കെയാണ് എന്തിനെ വിളിക്കുന്നത്? ഒരു കോശത്തിലെ ആറ്റം ബോംബ് എന്നൊക്കെയാണ് ആരെ വിളിക്കുന്നത്? ഈ ലൈസോസോമിനെ വിളിക്കുന്നത്. ഓക്കെ, അതെന്ന് വെച്ചാൽ ആ ഹോൾ സെല്ലിനെ നശിപ്പിക്കാൻ ശക്തിയുള്ള എൻസൈമുകളാണ് ഏതിലുള്ളത്? ഈ ലൈസോസോമിലുള്ളത്. ദെൻ അങ്ങനെ ലൈസോസോം വന്നു കഴിഞ്ഞാൽ ഈ സ്തരസഞ്ചിയുമായിട്ട് ഈ ലൈസോസോം എന്ത് ചെയ്യും? കൂടിച്ചേരും. ഒക്കെ, ലൈസോസോമുമായി ചേരുന്നു. പിന്നെ ലൈസോസോമിലുള്ള എൻസൈമുകൾ രോഗാണുക്കളെ ശിഥിലീകരിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എന്ത്? ഫാഗോസൈറ്റോസിന്റെ മുഴുവൻ പ്രവർത്തനം. ഫാഗോസൈറ്റിക് സെൽസ് ഏതൊക്കെയാണ്? ന്യൂട്രോഫിലും മോണോസൈറ്റും. അടുത്തതാണ് ഏത്? ബ്ലഡ് ക്ലോട്ടിംഗ്, രക്തം കട്ട പിടിക്കൽ. അടുത്തതാണ് രക്തം കട്ട പിടിക്കൽ അഥവാ ബ്ലഡ് ക്ലോട്ടിംഗ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കുന്നത് നോക്കി നോക്കാം. രക്തം നഷ്ടപ്പെടാതിരിക്കാനും മുറിവിലൂടെ രോഗാണുക്കൾ പ്രവേശിക്കുന്നത് തടയാനും സഹായിക്കുന്നതാണ് എന്ത്? ഈ രക്തം കട്ടപിടിക്കുക അഥവാ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. രക്തം നഷ്ടപ്പെടാതിരിക്കാനും അതുപോലെ മുറിവുണ്ടായി കഴിഞ്ഞാൽ അതിലൂടെ രോഗാണുക്കൾ പ്രവേശിക്കുന്നത് തടയാനുമാണ് എന്ത് സഹായിക്കുന്നത്? ഈ ബ്ലഡ് ക്ലോട്ടിംഗ് സഹായിക്കുന്നത്. അപ്പൊ ഈ മുറിവേറ്റ ഭാഗത്തുള്ള ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സും ശിഥിലീകരിച്ചിട്ട് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. എവിടെയാണോ മുറിവുണ്ടായത് അവിടെയുള്ള ടിഷ്യൂസും അതുപോലെ പ്ലേറ്റ്ലെറ്റ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി എന്ന എൻസൈം ഉണ്ടാകുന്നു. ഓക്കെ, ദെൻ പ്ലാസ്മയിലുള്ള പ്രോത്രോംബിൻ ഈ ത്രോംബോപ്ലാസ്റ്റിന്റെയും കാൽസ്യം വിറ്റാമിൻ കെയുടെയും പ്രസൻസിൽ എന്ത് ഫോം ചെയ്യുന്നു? ത്രോംബിൻ ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ത്രോംബോപ്ലാസ്റ്റിന്റെ പ്രസൻസിൽ പ്ലാസ്മയിലെ പ്രോത്രോംബിൻ എന്തായിട്ട് മാറും? ത്രോംബിനായിട്ട് മാറും. ഓക്കെ, ദെൻ ഫൈബ്രിനോജൻ ഈ ത്രോംബിന്റെ പ്രസൻസിൽ ഫൈബ്രിൻ നാരുകളായിട്ട് മാറുന്നു. പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇത് ഫൈബ്രിനോജൻ. ആ ഫൈബ്രിനോജൻ ത്രോംബിന്റെ പ്രസൻസിൽ എന്തായിട്ട് മാറുന്നു? ഫൈബ്രിൻ നാരുകളായിട്ട് മാറുന്നു. ഈ ഫൈബ്രിൻ നാരുകൾ ഒരു നെറ്റ്വർക്ക്, വലക്കണ്ണികൾ നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നു. ആ നെറ്റ്വർക്കിൽ എന്ത്? RBCയും അതുപോലെ ഈ പ്ലേറ്റ്ലെറ്റ്സും തങ്ങിയിട്ട് രക്തക്കട്ട ഉണ്ടാകുന്നു, ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നത്? മുറിവേറ്റ ഭാഗത്തുള്ള ആ പ്ലേറ്റ്ലെറ്റും കലകളും ബ്രേക്ക് ഡൗൺ ചെയ്ത് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. പ്ലാസ്മയിലെ പ്രോത്രോംബിൻ ഈ ത്രോംബോപ്ലാസ്റ്റിന്റെ പ്രസൻസിൽ ത്രോംബിൻ ആകുന്നു. അതുപോലെ പ്ലാസ്മ പ്രോട്ടീൻ ആയ ഫൈബ്രിനോജൻ ത്രോംബിന്റെ പ്രസൻസിൽ ഫൈബ്രിൻ നാരുകളായിട്ട് മാറുന്നു. ഈ ഫൈബ്രിൻ നാരുകളിൽ RBC പ്ലേറ്റ്ലെറ്റുകൾ തങ്ങിയിട്ടാണ് എന്തുണ്ടാവുന്നത്? രക്തക്കട്ട ഉണ്ടാവുന്നത്. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നവയാണ്
platelets, prothrombin, കാൽസ്യം, വിറ്റാമിൻ കെ, ഫൈബ്രിനോജൻ. ഇവയൊക്കെ രക്തം കട്ട പിടിക്കുന്നതിന് സഹായകമായവയാണ്. ഇത്തരം വീഡിയോസ് കൂടുതലായി ലഭിക്കാനായി ഇപ്പോൾ തന്നെ ഡയറക്ഷൻ ഇ ലേണിംഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്